ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന പറഞ്ഞ പാഠഭാഗത്തിന്റെ 9ാമത്തെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് വിസരണമായിരുന്നു അല്ലെ. വിസരണത്തെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ അന്തരീക്ഷത്തിൽ കുഞ്ഞി കുഞ്ഞി എന്താ കണികകൾ ഉണ്ടാവും അല്ലെ. ആ കണികകളിലേക്ക് പ്രകാശം വന്ന് തട്ടിക്കഴിഞ്ഞാൽ അല്ലെ എന്ത് സംഭവിക്കും, പല ദിശയിലേക്ക് ചിതറി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനെയായിരുന്നു നമ്മൾ വിസരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വിസരണം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിന്റെ നീല നിറം അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഉള്ള ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതൊക്കെ എന്താ, വിസരണം കാരണമാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിസരണം കാരണം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താ, ടിഞ്ചൽ പ്രഭാവം. എന്താണ് ടിഞ്ചൽ പ്രഭാവം? ഈ പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തായിരിക്കും. ഇപ്പൊ ഒരു അടച്ചിട്ടൊരു റൂം, ഓക്കെ, ആ ഒരു റൂമിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കേ. ആ റൂമിന് എന്തുണ്ട്, ഓടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഓട് പൊട്ടിയിട്ട് എന്ത് സംഭവിക്കുന്നത്, ആ ഓടിന്റെ ആ ഗ്യാപ്പിലൂടെ ലൈറ്റ് അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് പറ്റും, ലൈറ്റിന്റെ ആ ഒരു പാത കാണാനായിട്ട് പറ്റും അല്ലെ. ലൈറ്റിന്റെ പാത കാണാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിൻജാൽ എഫക്റ്റ് അല്ലെങ്കിൽ ടിൻജൽ പ്രഭാവം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മളുടെ റിയൽ ലൈഫിലുള്ളതാണ്. ഇവിടെ ഇപ്പൊ വേറെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതെന്താണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ചിത്രത്തിലേതുപോലെ ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തെ ഒരു ബീക്കറിലെ ചോക്ക് പൊടി കലർത്തിയ വെള്ളത്തിലൂടെ കടത്തിവിട്ട് നോക്കും. ഇവിടെ ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിൽ എന്ത് കലക്കിയിട്ടുണ്ട്, ചോക്കിന്റെ പൊടി കലക്കിയിട്ടുണ്ട്. അപ്പൊ ചോക്കിന്റെ പൊടി കലക്കിയ വെള്ളത്തിന് നമ്മൾ സസ്പെൻഷൻ എന്നല്ലേ പറയാറ് അല്ലേ. സസ്പെൻഷൻ കാരണം എന്താ, ഇതിങ്ങനെ കലക്കിയിട്ട് കുറച്ച് സമയം അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഊറി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. അതുകൊണ്ട് ചോക്കിന്റെ വെള്ളം എന്താണ്, സസ്പെൻഷൻ ആണ്. അപ്പൊ ഈ സസ്പെൻഷന്റെ ഈ ഒരു ചോക്ക് പൊടിയുടെ പ്രത്യേകത എന്താ, ചോക്കില് കുഞ്ഞു കുഞ്ഞു പൊടികൾ ഉണ്ടാവും അല്ലെ. നമുക്ക് എന്താ, കുറെ ഇങ്ങനെ പൊടികൾ ഉണ്ടാവും അല്ലെ. ആ പൊടിയിലേക്ക് ലൈറ്റ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ പല ദിശയിലേക്ക് എന്ത് ചെയ്യും, ലൈറ്റ് തെറിച്ചു പോകും അല്ലെ. ലൈറ്റ് പല ദിശയിലേക്ക് തെറിച്ചു പോകും. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഒരു ടോർച്ച് അടിക്കുന്നുണ്ട്, ഏതിലേക്ക്, നമ്മളുടെ ചോക്ക് കലർത്തിയ വെള്ളത്തിലേക്ക്, സസ്പെൻഷനിലേക്ക് അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും, വെള്ളത്തിലുള്ള കുഞ്ഞി കുഞ്ഞി ചോക്കിന്റെ പൊടികൾ ഉണ്ടല്ലോ അല്ലെ, ആ പൊടികളുമായിട്ട് ഈ ലൈറ്റ് എന്ത് ചെയ്യും, വിസരണം ചെയ്യും അല്ലെ. വിസരണം നടത്തും, സ്കാറ്റർ ചെയ്യും അല്ലെ. സ്കാറ്റർ ചെയ്യുമ്പോൾ എന്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്, പ്രകാശത്തിന്റെ പാത നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. പ്രകാശത്തിന്റെ എന്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്, പാത നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ടിഞ്ചൽ പ്രഭാവം എന്ന് പറയുന്നത്. എന്താണ് ടിഞ്ചൽ പ്രഭാവം എന്ന് പറയുന്നത്? എന്താണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്, എന്താ നമുക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞ, ഈ പ്രകാശത്തിന്റെ പാത നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ചോക്ക് പൊടി കലർന്ന ജലം സസ്പെൻഷന് ഉദാഹരണമാണെന്ന് അറിയാമല്ലോ അല്ലെ. സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞു. ഒരു സസ്പെൻഷനിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴുള്ള വിസരണം കാരണം പ്രകാശപാത വ്യക്തമായി കാണാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കാമല്ലോ അല്ലെ. ഈ ഒരു വെള്ളത്തിൽ അല്ലെ, ഈ ഒരു സസ്പെൻഷനിൽ എന്താ, കുഞ്ഞി കുഞ്ഞി എന്തുണ്ട്, കണികകൾ ഉണ്ട് അല്ലെ. അതിലേക്ക് എന്ത് സംഭവിക്കുന്നു, പ്രകാശം വന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്താണ്, വിസരണം നടക്കുന്നുണ്ട് അല്ലെ. വിസരണം നടക്കുന്നുണ്ട്. അപ്പൊ വിസരണം കാരണം നമുക്ക് പ്രകാശപാത വ്യക്തമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ മഞ്ഞുകാലത്ത് ശിഖരങ്ങൾക്കിടയിലൂടെ കടന്നു വരുന്ന പ്രകാശപാത വ്യക്തമായി കാണാൻ കഴിയുന്നതും വിസരണം മൂലമാണ്. ഇവിടെ നോക്കിക്കോ, മഞ്ഞുകാലത്ത് അല്ലെ വലിയ വലിയ മരങ്ങളുണ്ട്. ആ മരത്തിന്റെ ഇലകളിലൂടെയും ചില്ലകളിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രകാശം ഇങ്ങനെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പ്രകാശത്തിന്റെ എന്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്, പാത കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താ, യെസ്, നമ്മളുടെ വിസരണമാണ് അല്ലെ. പ്രകാശം നമ്മളുടെ ഈ ഒരു
പാർട്ടിക്കിൾ അല്ലെ കണികകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്തിട്ട് കൂട്ടിമുട്ടിയിട്ട് ചിതറി പോകുന്നുണ്ട്. അങ്ങനെ പാത കാണാനായിട്ട് പറ്റുന്നു. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു. എന്താണ്? ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെ, കൊളോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ കഴിഞ്ഞ ഒരു എക്സ്പെരിമെന്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. സോഡിയം തയോസൾഫേറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചപ്പോൾ എന്താ ഒരു പാല് പോലെ അല്ലെ, പാല് കെട്ടിയ പോലെ കാണാനായിട്ട് പറ്റി. പിന്നെ കുറച്ചും കൂടി സമയം കഴിയുന്തോറും എന്താ അതിന്റെ വലിപ്പം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കൊളോയിഡൽ ദ്രവത്തിലൂടെയോ അല്ലെങ്കിൽ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ എന്താ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു. അതിനാൽ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്നു. ഈ പ്രതിഭാസമാണ് ടിഞ്ചൽ പ്രഭാവം, ടിഞ്ചൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഈ സെന്റൻസ് ഇങ്ങനെ തന്നെ പഠിക്കണം എന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതി വെച്ചാലും മതി. ഓക്കെ. വിസരണത്തിന്റെ തീവ്രത കൊളോയിഡിലെ കണികകളുടെ വലുപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു. കണികകളുടെ വലുപ്പം കൂടുമ്പോൾ വിസരണ തീവ്രത കൂടുന്നു അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ കാര്യമായിരുന്നു ഇത് അല്ലെ. കുഞ്ഞിയാണ് കണികകൾ, എന്താ കുഞ്ഞാണെങ്കിൽ എന്താ വിസരണം കുറവായിരിക്കും. പക്ഷെ കണികകൾ വലുതാണെങ്കിലോ അല്ലെ, സൈസ് കൂടുതലാണെങ്കിലോ ഇവിടെ വിസരണം കൂടുതലായിരിക്കും, ഇവിടെ വിസരണം കുറവുമായിരിക്കും അല്ലെ. കണികകളെ ആശ്രയിച്ചിട്ടായിരിക്കും എന്ത്, വിസരണത്തിന്റെ തീവ്രത കൂടുകയാണോ കുറയാണോ എന്ന് പറയാം. കണികകളുടെ വലുപ്പം കുറവാണെങ്കിൽ വിസരണം എന്താ, കുറയുന്നു. കണികകളുടെ വലുപ്പം കൂടുകയാണെങ്കിൽ വിസരണം കൂടുന്നു അല്ലെ. ഇത്രയും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ടിൻഡാൽ എഫക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്താണ് എന്ത്, ആകാശ നീലിമ, ബ്ലൂ കളർ ഓഫ് ദി സ്കൈ. ആകാശം നീല നിറത്തിൽ കാണാനുള്ള കാരണം എന്തായിരിക്കും അല്ലെ. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സൂര്യൻ, ഇവിടെ എന്തുണ്ട്, സൂര്യനുണ്ട്. സൂര്യനിൽ നിന്ന് നമുക്ക് എത്ര കളേഴ്സ് വരുന്നുണ്ട്? യെസ്, വിബ്ജിയോർ അല്ലെ, 7 കളർ വരുന്നുണ്ട്. വിബ്ജിയോർ 7 കളേഴ്സ് ആണ് സൂര്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. വൈറ്റ് ലൈറ്റ് അല്ലെ, ധവള പ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു ആകാശത്തിന്റെ നീല കളർ നമുക്ക് എപ്പാ കാണാം? യെസ്, ഏകദേശം ഒരു ഉച്ച അല്ല, ഒരു കുറച്ച് ഒന്ന് പുലർച്ചെന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആകാശത്തിന്റെ എന്താ ഒരു നീല കളറായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അതിന്റെ കാരണം എന്താ, നമ്മളുടെ വിസരണമാണ്. അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇത് ഭൂമിയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് എന്താ, ഭൂമിയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് എന്താ ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വരുന്നുണ്ട്. പ്രകാശം എന്താ ഇങ്ങനെ വരുന്നുണ്ട്. ഈ പ്രകാശത്തിൽ ഏതൊക്കെ കളേഴ്സ്, ഏതൊക്കെ വർണ്ണങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്? യെസ്, നമ്മുടെ ഈ 7 വർണ്ണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിബ്ജിയോർ അല്ലെ, VIBGYOR, സോറി ഇവിടെ എഴുതുന്നുണ്ട് R. അപ്പൊ നോക്കിക്കോളൂ, ഈ വയലറ്റ് അല്ലെ, വയലറ്റിന്റെ തരംഗ ദൈർഘ്യം എന്തായിരുന്നു? ലാംഡ അല്ലെ. വയലറ്റിന്റെ തരംഗ ദൈർഘ്യം എന്തായിരുന്നു? കുറവായിരുന്നു അല്ലെ, തരംഗ ദൈർഘ്യം കുറവായിരുന്നു. റെഡിൻ്റെതോ, ചുവപ്പിന്റെ തരംഗ ദൈർഘ്യം എന്താ? കൂടുതലാണ് അല്ലെ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലെയുള്ളതിന്റെ തരംഗ ദൈർഘ്യം എന്താ? കുറവാണ്. യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നിവയുടെ തരംഗ ദൈർഘ്യം എന്താണ്? തരംഗ ദൈർഘ്യം കൂടുതലുമാണ്. അപ്പൊ തരംഗ ദൈർഘ്യം കുറവുള്ളത് അല്ലെ, തരംഗ ദൈർഘ്യം കുറവുള്ളതാണ് ആര്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. തരംഗ ദൈർഘ്യം കൂടുതലുള്ളതാണ് യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഇവിടെ അല്ലെ ഉച്ച സമയം അല്ലെങ്കിൽ എന്താ ഒരു 7 മണി തൊട്ടിട്ടൊക്കെ എന്താ നമ്മളുടെ സൂര്യൻ ഏകദേശം ഇങ്ങോട്ടായിട്ട് വരുന്നുണ്ടാവും അല്ലെ, ഏകദേശം ഇങ്ങനെ ഇങ്ങോട്ടേക്കായിട്ട് വരുന്നുണ്ടാവും. അപ്പൊ എന്താ, ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരം കുറവാണ്. അപ്പോ ഓരോരോ കളർ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അന്തരീക്ഷത്തിൽ എന്തുണ്ടാവും? അന്തരീക്ഷത്തിൽ നമുക്ക് കുഞ്ഞു കണികകൾ ഉണ്ടാവും അല്ലെ. അന്തരീക്ഷത്തിൽ കുഞ്ഞു കണികകൾ ഉണ്ടാവും. എല്ലാ കളറും റെഡ്, ഓറഞ്ച്, യെല്ലോ എല്ലാ 7 വർണ്ണങ്ങളും ഇങ്ങനെ അടങ്ങിയിട്ടാണ് വൈറ്റ് ലൈറ്റ്, ധവള പ്രകാശത്ത് നിന്ന് വരുന്നത്. അപ്പൊ എന്താ, ഏറ്റവും ലാംഡ കുറവ് ആർക്കായിരുന്നു? നമ്മളുടെ വയലറ്റിനും ഇൻഡിഗോയിനും ബ്ലൂവിനും ആയിരുന്നു. ലാംഡ കൂടുതൽ ആർക്കായിരുന്നു? നമ്മളുടെ റെഡിനും ഓറഞ്ചിനും യെല്ലോനും ആയിരുന്നു. അപ്പൊ ഈ ലാംഡ കുറവുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കും?
സ്കാറ്ററിങ് അല്ലെ, വിസരണം എന്തായിരിക്കും, കൂടുതലായിരിക്കും. എന്തായിരിക്കും? വിസരണം കൂടുതലായിരിക്കും. അപ്പൊ ഇവരിങ്ങനെ നമ്മളുടെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിലേക്ക് എത്താൻ നോക്കുമ്പോഴേക്ക് എന്താ, ഇതിന്റെ ലാംഡ കുറവാണല്ലോ. ലാംഡ കുറവാണെങ്കിൽ വേഗം വേഗം എന്ത് ചെയ്തു പോവും? വേഗം വേഗം അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ തെറിച്ചു പോവും അല്ലെ. ആരൊക്കെ? വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും വേഗം വേഗം ഇങ്ങനെ തെറിച്ചു പോവും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ തെറിച്ചു പോയിട്ട് അന്തരീക്ഷത്തിൽ എന്ത് കലരും? ഈ 3 വർണ്ണങ്ങളും എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ ഇങ്ങനെ പടരാനായിട്ട് അല്ലെങ്കിൽ വ്യാപിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് നമുക്ക് അന്തരീക്ഷം അല്ലെങ്കിൽ ആകാശം ഏത് നിറത്തിൽ കാണാനായിട്ട് പറ്റുന്നത്? നീല നിറത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ നോക്ക്, ദാ ഈ ഒരു ചിത്രം. ഇവിടെ നമുക്ക് വയലറ്റ് ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഈ 3 വർണ്ണങ്ങളുടെ ലാംഡ എന്താ? കൂടുതലാണ്. ഇവരെയൊക്കെയോ ലാംഡ കുറവുമാണ് അല്ലെ. ഇവരെ ലാംഡ കുറവാണ്, ഇവരെ ലാംഡ കൂടുതലാണ്. അപ്പൊ ലാംഡ കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് സംഭവിക്കും? വിസരണം സംഭവിക്കും അല്ലെ. അപ്പൊ ചെറിയ ദൂരം സഞ്ചരിക്കുമ്പോഴേക്ക് തന്നെ ഇവർക്ക് എന്ത് സംഭവിക്കും? വിസരണം ചെയ്തിട്ട് പല ദിശയിലേക്ക് എന്ത് ചെയ്യും? തെറിച്ചു പോകും. നേരെ മറിച്ച് ലാംഡ കൂടുതലുള്ള ആൾക്കാർ, റെഡ് ഓറഞ്ച് യെല്ലോ, ഒരിക്കോ വിസരണം വേഗം നടക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കൽ അത്ര പെട്ടെന്ന് സംഭവിക്കുന്നില്ല. കാരണം എന്താ? ഒരു വേവ് ലെങ്ത്, തരംഗ ദൈർഘ്യം എന്താ? കൂടുതലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവർക്ക് വിസരണം അങ്ങനെ സംഭവിക്കൂല. അപ്പൊ എന്താണ് ഇവിടെ നടക്കുക? നമ്മളുടെ വിസരണം നടന്നിട്ടുള്ളത് വയലറ്റും ഇൻഡിഗോയും ബ്ലൂ എന്ത് സംഭവിക്കും? വിസരണം സംഭവിച്ച് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആകാശത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യും? വ്യാപിക്കും. ആകാശത്തിൽ ഇങ്ങനെ വ്യാപിക്കും. അപ്പൊ എന്ത് കളറിൽ കാണാനായിട്ട് പറ്റും? ഏകദേശം ഒരു നീല കളറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ പ്രകാശം വിസരണത്തിന് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നത് ഏത് വർണ്ണത്തിനായിരിക്കും? ഏറ്റവും കൂടുതൽ വിസരണം ആർക്കായിരിക്കും? യെസ്, നമ്മളുടെ വയലറ്റിനായിരിക്കും. പിന്നെ ആർക്കായിരിക്കും? ഇൻഡിഗോനായിരിക്കും. പിന്നെ ആർക്കായിരിക്കും? നമ്മളുടെ ബ്ലൂവിനായിരിക്കും അല്ലെ. ലാംഡ കുറയുകയാണെങ്കിൽ വിസരണം കൂടുതലായിട്ട് നടക്കും അല്ലെ. ലാംഡ കുറയുകയാണെങ്കിൽ വിസരണം കൂടുതലായിട്ട് നടക്കും. വയലറ്റിനാണ് ഏറ്റവും കുറവ് ലാംഡ, അപ്പൊ കൂടുതലായിട്ട് നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ വ്യാപിക്കും അല്ലെ. കുറഞ്ഞ ആൾക്കാരായിട്ടുള്ള VIB, വയലറ്റ് ഇൻഡിഗോ ബ്ലൂവിന്റെ അന്തരീക്ഷത്തിൽ വ്യാപിക്കും. അപ്പോൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന പ്രകാശവർണ്ണം ഏതായിരിക്കും അന്തരീക്ഷത്തിൽ വ്യാപിക്കുക? യെസ്, നമ്മളുടെ വയലറ്റും ഇൻഡിഗോവും ബ്ലൂ ആയിരിക്കും അല്ലെ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നത്? വ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആകാശത്തിന് ഏത് കളറിലാണ് കാണാനായിട്ട് പറ്റുന്നത്? നീല കളറിലാണ് കാണാനായിട്ട് പറ്റുന്നത്. സൂര്യപ്രകാശം അന്തരീക്ഷ വായുവിലൂടെ സഞ്ചരിച്ചാണ് ഭൂമിയിൽ എത്തുന്നത് അല്ലെ. അപ്പോൾ പ്രകാശത്തിന്റെ ഒരു ഭാഗം വിസരണത്തിന് വിധേയമാകുന്നു. പ്രകാശത്തിന്റെ ഒരു ഭാഗം വിസരണത്തിന് വിധേയമാകുന്നു. ഏതൊക്കെ ഭാഗം അല്ലെ? നമ്മളുടെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലെയുള്ള ആൾക്കാരാണ് എന്ത്? വിസരണത്തിന് വിധേയമാകുന്നത്. വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങളായ വയലറ്റ്, ഇൻഡിഗോ, നീല എന്നിവയ്ക്ക് ആയിരിക്കും അല്ലെ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലെ, തരംഗ ദൈർഘ്യം കുറഞ്ഞതിന് എന്താ? വിസരണം കൂടുതലായിരിക്കും. ഈ വിസരിത പ്രകാശമാണ് ആകാശത്ത് വ്യാപിക്കുന്നത് അല്ലെ. ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിന്റെ പ്രകാശം എന്താ? ആകാശത്ത് വ്യാപിക്കുന്നു. നിരീക്ഷകന്റെ കണ്ണിലെത്തുന്ന പരിണത വിസരിത പ്രകാശ നീല വർണ്ണത്തിന്റെ ഫലം നൽകുന്നത് കൊണ്ട് ആകാശം നീല നിറത്തിൽ കാണുന്നു അല്ലെ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എല്ലാം കൂടി മിക്സ് ആയിട്ട് കാണുമ്പോൾ നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്നത് ഒരു നീല പോലെയുള്ള കളറിൽ ആയിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ടിൻഡാൽ പ്രഭാവവും പിന്നെ എന്താ? ആകാശത്തിന്റെ അല്ലെ, ആകാശ നീലിമയും. ഇനി അടുത്തതാണ് ഏത്? ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന്റെ നിറം അല്ലെ. ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഉള്ള സൂര്യന്റെ നിറം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്ക്, ഇവിടെ എന്താ? വൈകുന്നേരം അല്ലെ. ഇവിടെ എന്താ? പ്രഭാതം, രാവിലെ അല്ലെ, പുലർച്ചെ. ഇതേതാ? ഉച്ച സമയത്ത്. ഇത് സൂര്യനാണ്, ഇതൊക്കെ സൂര്യൻ. ഇവിടെ എന്താ? ഭൂമിയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോ ഇയാളിൽ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരവും ഇവിടത്തേക്കുള്ള ദൂരം എന്താ? കൂടുതലാണ് അല്ലെ. ഇവിടത്തേക്കുള്ള ദൂരം എന്താ? കുറവാണ്. നോക്കിക്കോളൂ, ഇയാളിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരവും ഇവിടേക്കുള്ള ദൂരം എന്താ? കൂടുതലാണ്. പക്ഷെങ്കിൽ ഈ ഒരു ഉച്ച സമയത്തുള്ള സൂര്യനിലേക്കുള്ള ദൂരം അത് വളരെ കുറവാണ് അല്ലെ, വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും? യെസ്, നമുക്ക് നോക്കാം.
സൂര്യൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ലെ, സൂര്യൻ ഉണ്ട് രാവിലെയും പുലർച്ചെ സമയം, അതിപുലർച്ചെ സമയവും, പിന്നെ എന്താ സൂര്യൻ ഉദിച്ചു വരുമ്പോ അല്ലെ, ഇതെന്താ, ഇത് സന്ധ്യ, ഇത് ഉച്ച സമയം, ഇതേതാണ്, ഇത് രാവിലെയും സന്ധ്യാസമയമാണ് ഈ വരച്ചിട്ടുള്ളത്. ഇനി എന്താണ്, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇവിടെ എന്താ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരവും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരവും എന്താ കൂടുതലാണ്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരവും കുറവാണ്. അപ്പൊ സൂര്യനിൽ എന്തൊക്കെ കളർ ഉണ്ട്, 7 വർണ്ണങ്ങളുണ്ട് അല്ലെ, 7 വർണ്ണങ്ങളുണ്ട്. ഇവിടെയും എന്ത് തന്നെയാ, 7 വർണ്ണങ്ങളുണ്ട്, ഇവിടെയും 7 വർണ്ണങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളെ, ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഏത് സമയത്ത്, ഒരു ഉച്ച സമയം അല്ലെ, ഉച്ച സമയം അല്ലെങ്കിൽ ഒരു 10 മണി 11 മണി 12 മണിയൊക്കെ ആവുമ്പോൾ ഉച്ച സമയത്ത് അടുത്താണല്ലോ സൂര്യൻ ഉള്ളത് അല്ലെ. അപ്പൊ നമ്മളുടെ ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇവർക്ക് എന്താ തരംഗദൈർഘ്യം കുറവുള്ള ആൾക്കാരേനും. യെല്ലോ, ഓറഞ്ച്, റെഡ് ഇവരെന്താ തരംഗദൈർഘ്യം കൂടുതലുള്ള, ഇത് കൂടുതലുള്ള ആൾക്കാർ, ഇത് കുറവുള്ള ആൾക്കാർ. അപ്പൊ തരംഗദൈർഘ്യം കുറവുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് അല്ലെ, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എന്ത് സംഭവിക്കും, യെസ്, വിസരണം സംഭവിച്ച് എന്ത് ചെയ്യും, തെറിച്ചു പോകും അല്ലെ, വിസരണം സംഭവിച്ചിങ്ങനെ തെറിച്ചു പോകും. ബാക്കിയുള്ള ആൾക്കാർക്കോ, യെല്ലോ, ഓറഞ്ച്, റെഡ് അവർക്കൊക്കെ തരംഗദൈർഘ്യം കൂടുതലാണ്. അപ്പോൾ ഒരിങ്ങനെ ഇങ്ങ് പോരും അല്ലെ, ഒരിങ്ങനെ ഇങ്ങ് പോരും. ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലെയുള്ള ആൾക്കാർ തരംഗദൈർഘ്യം കുറവുള്ളതുകൊണ്ട് അവർക്ക് എന്താ വിസരണം സംഭവിച്ചിട്ട് ഏത് കളറിൽ സ്പ്രെഡായി നിൽക്കും, നീല കളറിലായിട്ട് ആകാശം കാണാനായിട്ട് പറ്റും. ഇനി നേരെ മറിച്ച് അല്ലെ, നേരെ മറിച്ച് രാവിലെ പ്രഭാതത്തിലും സായാഹ്നത്തിലും അല്ലെ, സന്ധ്യാസമയത്ത് നോക്കുവാണെങ്കിൽ ഈ നീല ഇങ്ങനെ വരുന്നുണ്ടാവും, ഇൻഡിഗോ ഇങ്ങനെ വരുന്നുണ്ടാവും, ബ്ലൂ ഇങ്ങനെ വരുന്നുണ്ടാവും, ഗ്രീൻ ഇങ്ങനെ വരുന്നുണ്ടാവും. ഇവരൊക്കെ വന്ന് ഇവരെയൊക്കെ എന്താ ലാംഡ എന്താ കുറവാണ് അല്ലെ. പക്ഷെങ്കിൽ ഓറഞ്ചിന്റെയും റെഡിന്റെയും യെല്ലോന്റെയും ഒക്കെ എന്താണ് ലാംഡ കൂടുതലാണ് അല്ലെ. ഇവിടം വരെയുള്ള ആൾക്കാരുടെ ലാംഡ കുറവാണ്, ബാക്കിയുള്ള ആൾക്കാരുടെ എന്താ ലാംഡ കൂടുതലാണ്. അപ്പൊ ഈ VIB, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീന് പോലെയുള്ള ആൾക്കാരൊക്കെ ചെറിയ ദൂരം സഞ്ചരിക്കുമ്പോഴേക്ക് എന്താ ഇവർക്ക് വിസരണം നടന്ന് തെറിച്ചങ്ങ് പോവും, ഇവര് കഴിഞ്ഞു. ഇനി ആരൊക്കെ ബാക്കിയുണ്ട്, നമ്മളുടെ യെല്ലോയും ഓറഞ്ചും റെഡും ഉണ്ട് അല്ലെ. ഈ ആൾക്കാർക്ക് എന്താ നമ്മളുടെ ലാംഡ കൂടുതലാണ് അല്ലെ, തരംഗ ദൈർഘ്യം കൂടുതലാണ്. അപ്പൊ ഇവരിങ്ങനെ കുറച്ചധികം ദൂരം ഇങ്ങനെ സഞ്ചരിക്കും, കാരണം എന്താ ഇവരെ ലാംഡ കൂടുതലാണ്. അപ്പോ അങ്ങനെ സഞ്ചരിച്ച് ഭൂമിയിൽ എത്താൻ നോക്കുമ്പോഴാണ് ഇവർക്ക് വിസരണം സംഭവിക്കുന്നത്. ഭൂമിയിൽ എത്താൻ നോക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ പല ദിശയിലേക്ക് വിസരണം സംഭവിക്കും. അപ്പൊ വിസരണം സംഭവിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ, നീല കളറിൽ സ്പ്രെഡായ, അപ്പോൾ ഈ യെല്ലോവും ഓറഞ്ചും റെഡും ഭൂമിയിൽ എത്താൻ നോക്കുമ്പോൾ ഇവർക്ക് വിസരണം സംഭവിച്ചിട്ട് അന്തരീക്ഷത്തിൽ ഏത് കളറാണ് വ്യാപിക്കുക, യെസ്, ഈ ഒരു ഓറഞ്ചും യെല്ലോവും റെഡും കലർന്ന ഒരു കളറിലായിട്ട് അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മളുടെ പ്രഭാത സമയത്തിലും സായാഹ്ന സമയത്തിലും സൂര്യന്റെ നിറം ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന്റെ നിറം ചുവപ്പോ മഞ്ഞയോ ഓറഞ്ചോ ആയി കാണാൻ കാരണം എന്തായിരിക്കും നമ്മളുടെ വിസരണം കാരണമാണ് അല്ലെ. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യരശ്മിക്ക് നിരീക്ഷകന്റെ കണ്ണിലെത്താൻ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കേണ്ട ദൂരം മറ്റു സമയത്തെ അപേക്ഷിച്ച് കൂടുതലാണ് കുറവാണ്. ഉദയ സമയത്തും അസ്തമയ സമയത്തും എന്താ കൂടുതലാണ് അല്ലെ, കൂടുതലാണ്, കുറവല്ല. കുറവ് എപ്പോഴാ, നമ്മളുടെ ഉച്ച സമയത്താണ്, കൂടുതലാണ്. ഈ സമയങ്ങളിൽ ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുന്നത് ഏതൊക്കെ വർണ്ണങ്ങൾക്കായിരിക്കും അല്ലെ, ഏതൊക്കെ വർണ്ണങ്ങൾക്കായിരിക്കും ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുന്നത്, യെസ്, നമ്മളുടെ ആർക്കൊക്കെയാണ് നമ്മളുടെ യെല്ലോ, ഓറഞ്ച്, റെഡ് ആർക്കൊക്കെയാണ്, നമ്മളുടെ യെല്ലോനും ഓറഞ്ചിനും റെഡിനുമാണ് അല്ലെ, യെല്ലോനും ഓറഞ്ചിനും റെഡിനുമാണ് കുറവ് വിസരണം സംഭവിക്കുന്നത്. അതിന്റെ കാരണം എന്താ, അവരുടെ തരംഗ ദൈർഘ്യം കൂടുതലാണ്. തരംഗ ദൈർഘ്യം കൂടുകയാണെങ്കിൽ വിസരണത്തിന് എന്താണ് സംഭവിക്കുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. ഭൂമിയിലെത്തുന്ന വർണ്ണങ്ങളിൽ
പ്രാമുഖ്യം ഏതിനായിരിക്കും? യെസ്, ഇതേ കളേഴ്സ് ആയിരിക്കും അല്ലേ, റെഡും ഓറഞ്ചും യെല്ലോനായിരിക്കും ഭൂമിയിലേക്ക് എത്തുന്നത്. അങ്ങനെയെങ്കിൽ ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന്റെ നിറം ചുവപ്പോ മഞ്ഞയോ ഓറഞ്ചോ ആയി കാണാനുള്ള കാരണം വിശദമാക്കുക. അല്ലേ, അതിന്റെ കാരണം നമ്മൾ ഇപ്പൊ ജസ്റ്റ് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. ചുവപ്പിനും ഓറഞ്ചിനും മഞ്ഞക്കും എന്താണ്, തരംഗ ദൈർഘ്യം കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താ, അവർക്ക് കൂടുതൽ ദൂരം എന്ത് ചെയ്യാനായിട്ട് പറ്റും, സഞ്ചരിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഭൂമിയിലേക്ക് എത്താൻ നോക്കുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, അവർക്ക് വിസരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, അന്തരീക്ഷത്തിൽ ഓറഞ്ച് കളറിന് ചുവപ്പ് കളറിൽ സൂര്യനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.